എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫോർമർ ADGP ആയിരുന്ന EJ ജയരാജ് സാറാണ്. അപ്പോൾ സാറിന്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. സാറിന്റെ ജേർണി എങ്ങനെയായിരുന്നു എല്ലാം നമുക്കറിയാം. മാത്രമല്ല, നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലേ, നമ്മൾ സബ് ഇൻസ്പെക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അവിടെ ചെയ്യാനുള്ളത്, നമ്മുടെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയായിരിക്കും, നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് അവിടെ എന്തായിരിക്കും, മാത്രമല്ല ഒരു സ്ട്രെസ് ആണോ അല്ലെങ്കിൽ എന്ത് തരം ജോലിയായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും. ഇന്ന് നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. സാർ, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു സാർ. ആദ്യമായിട്ട് സാർ പോലീസ് യൂണിഫോം അണിഞ്ഞപ്പോൾ സാറിനുണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഒരു സാധാരണക്കാരൻ, ഒരു പോലീസ് ഓഫീസർ, അതർവൈസ് പോലീസുകാരൻ, ഈവൻ സാധാരണ പോലീസുകാരനായി കഴിഞ്ഞാൽ പോലും നമ്മൾ ആ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ കോൺഫിഡൻസ്. പിന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ഈ സിവിലിയനേക്കാളും ഇത്തിരി ഉയർന്ന നിലയിലാണ്, വി ക്യാൻ ഫേസ് ചലഞ്ചസ്. അതാണ് ആത്മഹത്യ. പിന്നെ ഈ ജോബിനോട് താല്പര്യം ആഗ്രഹിക്കുന്നവർക്ക് they will be getting a confidence, mental satisfaction and confidence. സാർ, ടോട്ടൽ 37 വർഷമായിരുന്നു സാറിൻ്റെ ഒരു സർവീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അതായത് സാറിൻ്റെ ലൈഫിൻ്റെ ഭൂരിഭാഗ സമയം സാർ ഈ യൂണിഫോമിലാണ് സാർ ചെലവഴിച്ചത്. ആ ലൈഫിനെ സാർ എങ്ങനെ കാണുന്നു? ഞാൻ ആദ്യം സിവിൽ സർവീസ് ആസ്പയറൻ്റ് ആയിരുന്നു. അതിൽ കുറേ ട്രൈ ചെയ്തു. പിന്നെ പോലീസിൽ വരികയായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് IPS ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ പോലീസിൻ്റെ പല ഡിസിപ്ലിനിലും ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആദ്യം ആംഡ് പോലീസ് എന്ന് പറയുമ്പോൾ ലോ എൻഫോഴ്സ് ചെയ്തതാണ്. അതൊരു പ്രത്യേകതയാണ്. അത് ഈ കുറ്റാന്വേഷണമായിട്ട് അതൊരു അടുപ്പമില്ല. ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുക, അവരെ നിയന്ത്രിക്കുക, അവരെ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻറ്റ് ജോബാണ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അങ്ങനെ പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ മേഖലയിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിന്റെ ഇത് ബയോഗ്രഫി നോക്കിയപ്പോൾ മൊത്തത്തിൽ ഞെട്ടിപ്പോയായിരുന്നു. അതായത് സാർ അസിസ്റ്റന്റ് കമാൻഡറായിട്ട് ആദ്യം ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് ബറ്റാലിയൻ്റെ കമാൻഡറായി. അത് കഴിഞ്ഞ് പല മേഖലകളിൽ സാർ സർവ് ചെയ്തു. ADGP ആയി സാർ മലപ്പുറം അതേപോലുള്ള ജില്ലകളിൽ സാർ SP ആയിട്ട് സാർ വർക്ക് ചെയ്തു. അങ്ങനെ സാറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും സാർ സർവ് ചെയ്തിട്ടുണ്ടല്ലേ? അത് അതെ. ഓക്കെ സാർ. പിന്നെ സാർ, ഇപ്പോൾ ഒരാൾ നമ്മൾ സബ് ഇൻസ്പെക്ടറായിട്ട് കയറുകയാണെങ്കിൽ അയാളുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും സാർ? ഫസ്റ്റ് ഓഫ് ഓൾ, സബ് ഇൻസ്പെക്ടറുടെ ഡയറക്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ ഒരു പഴയ പോലെ കാലതാമസമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്ക് സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇപ്പോഴത്തെ ഇതിൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പോഴത്തെ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അത് കഴിഞ്ഞാൽ DYSP ആയി, പിന്നെ സൂപ്രണ്ട് പോലീസായി, സൂപ്രണ്ട് പോലീസ് നോൺ കാർഡ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് IPS ലഭിക്കുകയാണെങ്കിൽ ഈവൻ യങ്സ്റ്റർ ക്യാൻ ബിക്കം അറ്റ്ലീസ്റ്റ് DIG. ആയിട്ട് നമുക്ക് റിട്ടയർ ആവാം. യങ്സ്റ്റർ ആണെങ്കിൽ അതുവരെ DIG ആണെങ്കിൽ ദേ ഹാവ് ടു ബി കംഫർട്ട് വിത്ത് IPS. അങ്ങനെ ചുരുക്കം ചിലരെ ഉണ്ടായിട്ടുള്ളൂ. സാർ, സർവീസ് കാലയളവിൽ സാറിനെ വ്യക്തിപരമായി സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നോ സാർ, അല്ലെങ്കിൽ ഒന്നിലധികം കേസുകൾ? അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കാം. കുഴപ്പമില്ല. ക്രൈം ബ്രാഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു ടോർസോ തലയും കൈയും കാലും ഇല്ലാത്തൊരു ബോഡിയാണ് ആദ്യം കിട്ടുന്നത്, ജനം കാണുന്നത്. അത് ചെന്ന് നോക്കി. പിന്നെ അതിന് കുറച്ച് ദിവസം മുമ്പേ ഒരു കാല് ചാലിയം പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ചാലിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കിട്ടി, കടൽ. അത് കഴിഞ്ഞിട്ട് ഒരു കൈ കിട്ടി. അപ്പോൾ അതും ചാലിയത്തിൽ തന്നെയാണ്. ഒരു ബോഡിയുടെ ആ സമയത്താണ് ഈ ടോർസോ കാണുന്നത്. അത് മുക്കം പോലീസ് സ്റ്റേഷനിലാണ്. ആ കൈയുടെ ഒരു ഫിംഗർ പ്രിൻ്റ് എടുത്തപ്പോൾ അത് ഫിംഗർ പ്രിൻ്റ് കിട്ടിയുള്ളൂ. വെരിഫിക്കേഷൻ കാര്യങ്ങൾ അതെങ്ങനെ ആയിരുന്നു, ആ ഫയൽ എങ്ങനെ ഐഡിലായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു തലയോടും കിട്ടി, അതും കടപ്പുറത്ത് തന്നെ. ഈ ടോർസോ കിട്ടുന്ന വേറെ പോലീസ് സ്റ്റേഷനിൽ, ഈ ഭാഗം കിട്ടുന്ന വേറെ പോലീസ് സ്റ്റേഷൻ. അതിങ്ങനെ എക്സാമിൻ ചെയ്ത് വന്നപ്പോൾ വേറെ ഒരു ഐഡിയ ഇല്ല. ഈ ഫിംഗർ പ്രിൻ്റ് എടുത്തു, അതിൻ്റെ ഹൈ ഡെഫിനിഷൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളതുകൊണ്ട് അത് നടന്നു. ഹൈ ഡെഫിനിഷൻ പ്രിൻ്റ് എടുത്തു. അത് എക്സാമിൻ ചെയ്തപ്പോൾ, അന്വേഷിച്ചപ്പോൾ അത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലെ പ്രതിയാണ്. ആ വലിയ ഒഫൻസൊന്നുമല്ല, പെറ്റി ഒഫൻസസ് പ്രതിയാണ്.
അത് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു പൊണ്ണി ഇസ്മായിൽ, അയാളാണ് ഈ ഫിംഗർ പ്രിൻ്റ് ഉടമ. അയാൾക്ക് 2 ഭാര്യമാരുണ്ട്. വല്ലപ്പോഴേക്കും ഭാര്യമാർക്ക് പുള്ളിമാരും വല്ലപ്പോൾ ഉള്ളവർക്കും ഐഡിയ ഇല്ല എത്ര ദിവസം നമുക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ അങ്ങേർക്ക് സ്ഥിരമായിട്ട് ജോലിയില്ല. അപ്പോൾ ഇസ്മായിലിനെ പിന്നെ കാണാതായപ്പം ഒരു പൂർ ഫാമിലിയാണ്. പിന്നെ എന്തെന്ന് പറയാൻ ഒരു നാടോടി എന്ന് പറയുമ്പോൾ വാഗബോണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന് വല്ലപ്പോഴേക്കും ഈ കുടുംബങ്ങളിൽ പോകുള്ളൂ. അത് അന്വേഷിച്ച് ഇപ്പോൾ ഇസ്മായിലിൻ്റെ അമ്മയുടെ ബ്ലഡ് എടുത്ത് നമ്മൾ സയൻറ്റിഫിക്കലി എടുത്ത് DNA ടെസ്റ്റ് ഉണ്ട്. DNA ടെസ്റ്റ് ഇപ്പോൾ ഇസ്മായിലാണ് മരിച്ചിരിക്കുന്നത്. അത് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ഇസ്മായിൽ ഒരു ബിസിനസ്സുകാരെന്ന് പറയാനല്ലോ, അയാളൊരു ഹണ്ടറും കൂടെയാണ്. ഈ കാട്ടുപോത്തൻ കോഴിക്കോട് മുക്കത്തുള്ള ഒരാൾ. അയാൾക്ക് ഈ കാട്ടുപോത്തിനെയൊക്കെ കാട്ടിൽ പോയി കാട്ടുപോത്തിനെ വെട്ടിമുറിച്ചുകൊണ്ടുവന്ന് അത് കച്ചവടം ചെയ്യുന്ന അങ്ങനെ പരിപാടിയൊക്കെ കച്ചവടം ചെയ്യുകയും അത് ഒരാഴ്ച. അപ്പോൾ അതിൻ്റെ ഷാർപ്പ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോസ് കണ്ടപ്പോൾ ഞങ്ങൾ ഏതോ ഡോക്ടർമാരാണ്, കാരണം സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് അത്ര ഷാർപ്പായിട്ട് ജോയിൻറ്റ്സ്, കൈയുടെ ജോയിൻറ്റ് വെച്ച് മുറിച്ചിരിക്കുന്നു, കാലിൻ്റെ ജോയിൻറ്റ് വെച്ച് മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം. അപ്പം മെയിൽ ബോഡി എന്ന് അറിയാൻ വേണ്ടി അയാളുടെ ഈ സെക്ഷൽ പാർട്സ് മാത്രമേ വിസിബിളായി മനസ്സിലായി. അങ്ങനെയാണ് അറിയുന്നത് മെയിലാണ്. അന്വേഷിച്ചപ്പോൾ ഈ ഇസ്മായിൽ ബിർജു എന്നുള്ള ആളുമായിട്ട് കൂട്ടുണ്ട്. ബിർജുവിനോട് ഇടയ്ക്ക് പണിക്ക് പോകും, അയാളോട്ട് പോകും, അങ്ങനെ കൂട്ടുകാരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിർജുവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ബിർജു അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഒരു 4-5 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പ് അവിടെ സ്ഥലം കുടുംബത്തോടെ ഷിഫ്റ്റ് ചെയ്ത് അയാൾ ഊട്ടിക്ക് എടുത്തിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ഊട്ടിക്കടുത്തുള്ള ഒരു മലമ്പ്രദേശത്ത് താമസമായി. അപ്പോൾ ഈ ബിർജുവായിട്ട് കൂടുതൽ അന്വേഷണം തെളിഞ്ഞ് ബിർജുവിൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ഇയാളെ സഹായിച്ചു. ബിർജു എന്ന് പറഞ്ഞാൽ ഈ ബിർജുവും അമ്മയായിട്ട് അവർക്ക് കുറേ വസ്തുണ്ട് അമ്മയുടെ പേർക്ക്. അമ്മ എഴുതി കൊടുക്കത്തില്ല. അപ്പോൾ അമ്മയോട് പിണങ്ങുമ്പോൾ അമ്മ അയൽ വീടുകളാണ് ചെന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊല്ലുകയാണെങ്കിൽ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് കുറച്ച് വീട്ടിൽ സമാധാനം അവർ അപ്പുറത്ത് കിട്ടുന്ന അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ ഇസ്മായിലിൻ്റെ സഹായത്തെ ഈ ബിർജു ഒരു ദിവസം അമ്മയെ കൊന്നിട്ട് കെട്ടിത്തൂക്കാനായിട്ട് ഇയാളുടെ സഹായം തേടി അവരെ കെട്ടിത്തൂക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ പോലീസ് വലിയ ഇത് കൊടുത്ത് നോക്കുമ്പോൾ അത് അൺനാച്ചുറൽ ഡെത്തായിട്ട് ഹാങ്ങിങ് ആയിട്ട് തീർത്തു. അതപ്പോൾ ഹാങ്ങിട്ട് അങ്ങ് പോയി. അതിനുശേഷമാണ് ഈ ഇസ്മായിലിൻ്റെ ബോഡിയാണ് കാണുന്നത്. ഇസ്മായിലിനെ അന്വേഷിച്ചപ്പോൾ ബിർജുവിനെ ബിർജു കൺഫസ് ചെയ്ത് ഇയാളെ കൊണ്ടുവന്ന് ബിർജുണ്ട് അമ്മയെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കാൻ ഇയാളെ സഹായം തേടി. പിന്നെ ഇയാൾ പൈസ ചോദിക്കും. അപ്പോൾ 2 ലക്ഷം കൊണ്ട് കുറേ കൊടുത്തു. ഇസ്മായിൽ പൈസ ഇടയ്ക്കിടെ വന്ന് ചോദിക്കും. അതങ്ങനെ കൊടുത്ത് ഇയാൾക്ക് സഹി കിട്ടും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ വിളിച്ച് നീ വീട്ടിൽ വന്നു. വീട്ടിൽ അയാൾക്ക് മദ്യം കൊടുത്ത് മയക്കെടുത്തതിന് ശേഷം തോർത്തുകൊണ്ടിട്ട് അയാളെ ആ കട്ടിൽ തന്നെ വെച്ച് സഫക്കേറ്റ് ചെയ്ത് കൊന്നിട്ട് നേരെ ബാത്റൂമിൽ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടാണ് പീസാക്കിയിട്ട് ഈ കൈയും കാലും തലയും കൊണ്ട് ഓരോ പ്രാവശ്യം ഒരുമിച്ചല്ല ഇട്ടുന്നത് കൊണ്ടിട്ടിട്ട് അവിടെ ഈ പുഴയിലുണ്ട് കഴിഞ്ഞപ്പോഴും അത് നേരെ ചാലിയത്താണ് എത്തുന്നത്, ചാലിയം പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെയാണ് ഈ കേസ് കൈയും തലയൊക്കെ കിട്ടുന്നത്. ആ ബാക്കി ബോഡി ഈ മുക്കം പോലീസ് സ്റ്റേഷൻ്റെ ആ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് മറന്നു അവിടെയാണ് കിട്ടുന്നത്. അങ്ങനെ അന്വേഷിച്ച് ബിർജുവിനെ അറസ്റ്റ് ചെയ്ത് ബിർജു കൺഫസ് ചെയ്ത് ഈ കാര്യങ്ങൾ അമ്മയെ കൊന്ന കാര്യം അങ്ങനെ 2 കേസ് ഒറ്റയടിക്ക് തെളിഞ്ഞു. ബിർജു അമ്മയുടെ കൊല കേസും ഈ ഇസ്മായിലിൻ്റെ കൊല കേസും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇച്ചിരി അഡ്വഞ്ചറസ് ആയിരുന്നു. ഈ ബിർജുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ തേർഡ് ഡിഗ്രി തന്നെ അയാൾ സർവൈലൻസിൽ കണ്ടുപിടിച്ച് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ആർക്കും അറിയത്തില്ലേ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ ഊട്ടിക്കടുത്ത് മക്കളെ കണ്ടുപിടിച്ചിട്ട് ഈ കൊല്ലം നടക്കുന്നത് ഈ അതിന് 2 ദിവസം മുമ്പേ ഭാര്യയും മക്കളെയും ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഉപയോഗിച്ച വെപ്പൺ ഈ കാട്ടുപോത്തിനെ കൊന്നിട്ട് അതിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെപ്പണാണ് ഉപയോഗിച്ചത്. അതൊക്കെ വാങ്ങിയ സ്ഥലമൊക്കെ തന്നെ അതാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്ലിനിക്കൽ അപ്പറേറ്റസ് വെച്ചാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് വെച്ചു. അങ്ങനെ നമ്മുടെ സംശയം ഡോക്ടർമാരായിരിക്കാമെന്ന്. അപ്പോൾ നമ്മളെല്ലാ ഡോക്ടർമാരുടെ ഈ വിസ്മയിൽ ആരും കൂടെ അങ്ങനെ ആരുടെ കൂടെ നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ കിട്ടിയതില്ല. സാർ ഇതേപോലെ എനിക്ക് പണ്ടേയുള്ള ഡൗട്ടാണ്.
ചിലപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരായിട്ടാണ് നമ്മൾ സർവീസിൽ കയറുന്ന ഒരാൾ. പക്ഷേ ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ബോഡിയൊക്കെ കാണേണ്ടി വരുമ്പോൾ, ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കാണേണ്ടി വരുമ്പോൾ, അപ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സാർ? ആദ്യകാലത്തൊക്കെ നമുക്കൊരു ഭയപ്പെടാം. കാരണം ഞാൻ നാട്ടിൽ പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഈ ശവശരീരം എന്ന് പറയുന്നത് പിന്നെ പല മിത്തുകളുണ്ടല്ലോ, അത് കേട്ട് ഒരു പ്രേതവത. പിന്നെ ഫീമെയിൽ റൈസ് ഈ പോസ്റ്റ്മോർട്ടം കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനാണ് നമ്മുടെ ആ മാനസികാവസ്ഥ നമ്മുടെ ഇൻകസിറ്റിയിലേക്ക്. അല്ല സാർ, അതൊക്കെ നമുക്ക് ഈ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട അവിടെ പോയിട്ട് ആദ്യം ഒരു രണ്ട് പൊന്ന കാണുമ്പോൾ പിന്നെ അതാണ് ട്രെയിനിങ്. നമ്മൾ ഡെഡ് ബോഡി ഓട്ടോപ്സി ഒക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് പേടിയായിരിക്കും. ആ പേടിയായിട്ട് കണ്ടിട്ട് പിന്നെ നമ്മൾ പഠിക്കാനുള്ള ഇത് എങ്ങനെയാണ് വെദർ ഇറ്റ് ഈസ് പോയിസണിങ് ഓർ സൂയിസൈഡ് ഓർ ഹോമിസൈഡ്, അതാണ് പോസ്റ്റ്മോർട്ടം പിന്നെ അവരുടെ ഒപ്പീനിയൻ. അതൊക്കെ ഫോറൻസിക് മെഡിസിൻ ആൾക്കാരായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ആദ്യം ഒരു അറപ്പൊക്കെ തന്നെ. പിന്നെ ചീഞ്ഞ ബോഡിയും വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ ബേൺഡ് ബോഡിയൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ പ്രൊഫഷൻ്റെ പാർട്ടാണ് ഹൗ ടു റിവീൽ ഇറ്റ്. മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൻ്റെ ആണ്. എല്ലാവർക്കും അത് തോന്നണമെന്നില്ല. സാർ, ഒരാൾ സബ് ഇൻസ്പെക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ പുള്ളിയുടെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും? ആ ട്രെയിനിങ് പീരീഡ്, ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അത് ആരോഗ്യം നിലനിർത്താനുണ്ട്. ഒരു ലേമേനെ ട്രെയിൻഡ് സോൾജർ ആക്കണമെങ്കിൽ ഹി ഷുഡ് ബി ട്രെയിൻഡ് ഫോർ ദാറ്റ്. അതിനാണ് ഈ പരേഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ആ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി. ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ആൾക്ക് മാത്രമേ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഈ സാധാരണ വരുന്ന മനുഷ്യന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഹി വിൽ ബിക്കം സെൽഫ് ഡിസിപ്ലിൻഡ്. പിന്നെ ബാക്കി പിന്നെ അയാളിലൂടെയാണ് നമ്മൾ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുന്നത് മറ്റുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ബി ഡിസിപ്ലിൻഡ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള കുറ്റാന്വേഷണം, അതുപോലെ ലോ ആൻഡ് ഓർഡർ, അങ്ങനെ പല മേഖലകളിലേക്ക് അവർക്ക് അവർ തിയറിയും പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരവർ ഓരോ സ്കിൽ അനുസരിച്ച് തേക്കാൻ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ചോയ്സ് ഇല്ല. അവരൊരു പോസ്റ്റിംഗ് വരുമ്പോൾ they will develop their own skills. മനസ്സിലായി. പിന്നെ സാറ് എത്ര മാസമാണ് ഈ ട്രെയിനിങ് പീരീഡ് വരുന്നത്? ആ ട്രെയിനിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളൊന്ന് പറയാമോ സാർ? 1 year സബ് ഇൻസ്പെക്ടർ 1 year ട്രെയിനിങ്, പിന്നെ ഒരു 6 months പ്രാക്ടിക്കൽ ട്രെയിനിങ് അറ്റാച്ച്ഡ് വിത്ത് പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ചാർജ്. മനസ്സിലായി. അതായത് ഈ പറയുന്നത് എങ്ങനെയാണ് സാർ? ട്രെയിനിങ് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളെ പിള്ളേരൊക്കെ ട്രെയിനിങ് സമയത്ത് പോകുമ്പോൾ നല്ല എന്താ പറയുക, ഇച്ചിരി നന്നായിട്ട് പോവുകയാണെങ്കിലും പക്ഷെ അവിടെ പോയി നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് അതിന് സങ്കടം നിന്നവരെ കാണുമ്പോൾ അത് പാടായിരിക്കും അവിടെ ക്യാമ്പിനകത്ത്. അതല്ല, അത് നമ്മുടെ ശരിക്കും മാനസികാവസ്ഥയാണ്. ഇപ്പം ഇതുമായിട്ട് സാധാരണ എനിക്ക് സബ് ഇൻസ്പെക്ടർ ആകണം, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ പോലീസുകാരനാകണം എന്നുള്ള ആ താല്പര്യമുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടില്ല. സന്തോഷം. അപ്പം നമ്മുടെ ടൈം മാനേജ്മെൻറ്റും നമ്മുടെ ഇതുമാണ്. ഇത് ഒരു ലേമേനും സാധാരണ ഒരു വിദ്യാർത്ഥി ഒരു ഡിസിപ്ലിനും ഇല്ല. തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ പഠിക്കും, തോന്നുമ്പോൾ വായിക്കും, അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും. അതല്ല, ഇതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. മനസ്സിലായി. ആ ഡിസിപ്ലിൻ ഇന്ന സമയത്ത് കൊണ്ടുപോകണം, ഇന്ന സമയത്ത് ഹാളിനാവണം, ഇന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഡ്രസ് ഷുഡ് ബി നീറ്റ്, യൂണിഫോം ഷുഡ് ബി നീറ്റ്. അങ്ങനെ വരുമ്പോൾ ചിലർക്കത് പ്രയാസമായിട്ട് തോന്നും. ഇത് താരതമ്യം പ്രാപിക്കാൻ അവർക്ക് പ്രയാസമാണ്. മനസ്സിലായി. സാർ, 24 മണിക്കൂർ അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഈ പ്രയാസം വിടുന്നതാണ്. ശരി സാർ, ഈ ഒരാൾ സബ് ഇൻസ്പെക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ സാർ 24 മണിക്കൂർ ഡ്യൂട്ടിയുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും പറയാനില്ല, എപ്പോൾ ആവശ്യപ്പെട്ടാലും പുള്ളി വരണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് ഭയങ്കര പ്രഷറാണ്, സോ പോലീസിനിടയ്ക്ക് ആത്മഹത്യാ പ്രവണത കൂടുന്നു. സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണോ? ജോലി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സിവിൽ ജോബിനേക്കാളും എൻ്റെ ഡിഫറൻറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു സോൾജറായി കഴിഞ്ഞാൽ അത് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ, ബാറ്റിൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇത്തവണ പറയാൻ പറ്റും ഡ്യൂട്ടി. ലൈക്വൈസ് പോലീസ് തന്നെ ഇപ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് വേണം. അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി ആൾക്കാർ വേണം. പക്ഷേ വേറെ ഡിഫിക്കൽട്ടി കൂടെയുണ്ട്. 8 ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന 8 മണിക്കൂറിനാണ് കളഞ്ഞിട്ട് പോകാൻ പറ്റും. ഇല്ല. പുതിയ ആളെ നമ്മൾ പുതിയ ഫോഴ്സിന് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഡിഫിക്കൽട്ടാണ്. ടൈം ബി എക്സ്റ്റെൻഡ്. അത് പ്രകാരം മാനസികമായിട്ട് വലിയ ചലഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നു, അതൊന്നും ശരിയല്ല. അത് മനസ്സിലായി. അതായത് സാറിന് ഇത്രയും ലൈഫ് എടുക്കുകയാണെങ്കിൽ സാർ, ഇപ്പം സാറിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. അതായത് സാറിന് ഞാനിപ്പോൾ ഒരു 37 വർഷം പുറകിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സാറിന് ഒന്നൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അത് ഒന്നുമില്ല ഫോഴ്സിൽ കയറണം,
അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേപോലെ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് അങ്ങ് പോകണം. അപ്പോൾ സാറ് സാറൊന്ന് തിരിച്ചു പോകാൻ പറ്റിയാൽ സാർ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? വൺസിൻ്റെ പോലീസ് ഫോഴ്സ് അതിൻ്റെ എറ്റിക്കേറ്റ്സും അതിലെ അധികാരങ്ങളും അതുപോലെ തന്നെ ഡിസിപ്ലിനും നമുക്ക് മാനസികമായിട്ട് അതുകൊണ്ട് പൊരുത്തപ്പെട്ട മറ്റൊരു ജോബിലേക്ക് തിരിഞ്ഞു പോകില്ല. എനിക്ക് നേരത്തെ ഇത് ആദ്യം സമയത്ത് ട്രെയിനിങ് വന്നപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയാസമൊക്കെ തോന്നി. അത് താൽക്കാലികമായിട്ട് ഒരു മാസത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് സാധാരണ പ്രാപിച്ചു വന്നാൽ പിന്നെ അത് വിട്ടുപോകാൻ തോന്നുന്നില്ല. അപ്പം നമ്മുടെ യൂണിഫോമിൻ്റെ സർവീസും ഡിസിപ്ലിൻ്റെ ഫോഴ്സും ഇപ്പം എന്നെ പോലെ ഇതിപ്പോൾ ഈ കറണ്ട് സർവീസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ നമ്മുടെ തന്നെ ഈ ട്രെയിനിങ്ങും ഡെയിലി പ്രാക്ടീസും എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യം തന്നെ ഒരു വലിയ മിക്കവാറും അസുഖങ്ങളൊക്കെ മാറി അതുകൊണ്ടൊക്കെ ജീവിക്കാറ്. അതേസമയം സിവിൽ ഈ ടെൻഡൻസി മാനസികമായിട്ട് തോന്നുന്നില്ല. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, രാവിലെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് ടിൽ ദ എൻഡ് ഓഫ് അവർ ലൈഫ്, എൻഡ് ഓഫ് അപ് ടു റിട്ടയർമെൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ലേസി ഓട്ടോമാറ്റിക്കലി. സാറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സാർ ഇതിലേക്ക് വന്നത്? അത് ഞാൻ ഒരുപാട് എക്സ്റ്റൻസീവ് റീഡിങ് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ PG പഠിച്ചിരുന്നു. PG MSc ബോട്ടണി ആയിരുന്നു. അപ്പോൾ പോലീസുമായിട്ട് ഞാൻ ബന്ധമില്ല. മനസ്സിലായി. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ബേസിക്കലി സ്പെഷ്യലൈസേഷൻ വളരെ കുറവായിരുന്നു. നല്ല കൂടുതൽ റീഡിങ്, ലൈബ്രറി അവൈലബിലിറ്റി വരുന്നു. യൂണിവേഴ്സൽ ലൈബ്രറി, പബ്ലിക് ലൈബ്രറി, ഇത് രണ്ടുമായിട്ട് മെയിനായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അന്നത്തെ രീതിയിൽ കോമ്പറ്റീഷൻ സക്സസും കാര്യങ്ങളൊക്കെ ലൈബ്രറി ചെന്ന് വായിക്കും. പിന്നെ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് നോക്കും, ബുക്സൊക്കെ സെലക്ട് ബുക്സും ബാക്കി സബ്ജക്റ്റ് പോകുന്നു. അതല്ലാതെ ജനറൽ നോളജിലുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയത്. അന്നത്തെ പോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ റെയറാണ്. ശരിയാണ്. റെയറായിരുന്നു, അതുപോലെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ശരി. ഇന്ന് ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അന്ന് അത്രയും ഇല്ല. അന്ന് സെൽഫ് സ്റ്റഡി ആയിരുന്നു കൂടുതൽ. സെൽഫ് സ്റ്റഡി, സെൽഫ് പ്രിപ്പറേഷൻ തന്നെയാണ്. രാത്രി ലേറ്റ് നൈറ്റ്. സാർ അതേപോലെ ഈ ഫോഴ്സിലായിരിക്കുന്നവർക്ക് സാർ ഈ ഫാമിലി ലൈഫ് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും സാർ? ഇപ്പം സമയം ചിലപ്പോൾ മേ ബി കുറച്ചേ കിട്ടത്തുള്ളൂ, അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സമയത്ത് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു. അപ്പം എങ്ങനെ ഈ പേഴ്സണൽ ലൈഫ് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? നമ്മൾ ഒരിക്കലും നമ്മുടെ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും കമ്പൈൻ ചെയ്യരുത്. അതുപോലെ വൈസ് വേഴ്സ. ഫാമിലി ലൈഫ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെപ്പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ മോഡ് ഓഫ് ഡ്യൂട്ടി, നമ്മുടെ ടൈമിങ് കാര്യങ്ങൾ. രാത്രിയൊക്കെ അടുത്ത് ഒരു വിളി വന്നു കഴിഞ്ഞാൽ പിന്നീട്ട് പോകാനേ പറ്റുള്ളൂ. പോയിട്ട് ലൈൻ ഇപ്പോൾ എപ്പോഴാണ് ഒരു ലൈനൊരു പ്രോബ്ലം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയം നമ്മളതൊക്കെ ഫാമിലി ലൈഫാണെന്ന് എനിക്ക് പറഞ്ഞ് ഒഴിഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത് വി ഹാവ് ടു അഡ്ജസ്റ്റ്. അപ്പോൾ കഴിയുന്നതും ഇത് രണ്ടും കമ്പൈൻ ചെയ്യരുത്. നമ്മൾ ഒഫീഷ്യൽ ലൈഫിൽ തന്നെ നിൽക്കണം. ഫാമിലി നോക്കണം. അവരുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാമിലി ലൈഫ് ഇല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഇല്ല, ഒഫീഷ്യൽ ലൈഫും ഇല്ല. അപ്പോൾ അതും ഫാമിലി ലൈഫ് പ്രത്യേക അത് അതിന് സമയത്ത് അതിനുള്ള കാര്യങ്ങൾ അതൊക്കെ അത് രണ്ട് ഫാമിലി ഹസ്ബൻഡും വൈഫും മക്കൾ ഉൾപ്പെടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ ഈ ജോബ് അല്ല രാത്രി അല്ലെങ്കിൽ അപ്രതീക്ഷിത സമയത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന നമുക്ക് അപ്പോഴും പ്രതീക്ഷിക്കുന്നുള്ള കാര്യം. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. മനസ്സിലായി. ഒരു ത്രില്ലാണ് സാറല്ലേ സാർ സത്യത്തിൽ പോലീസ് ലൈഫിങ് ത്രില്ല് സാർ? അതേപോലെ നമുക്കിപ്പം സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് 150-ലധികം കുട്ടികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ആൾക്കാർ, സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു 70ഓളം കുട്ടികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഒരാൾക്ക് രണ്ടും ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒന്നുകിൽ സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് പോവാം, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിലേക്ക് പോവാം. സാർ ഒരാൾ എന്തുകൊണ്ട് ഫോഴ്സ് ചൂസ് ചെയ്യണം? ഫോഴ്സ് റെക്കഗ്നിഷൻ ഉണ്ട് എമംഗ് ദ പബ്ലിക്. ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞാൽ നല്ലത്. അതേസമയം സെക്രട്ടറി അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അത്ര അട്രാക്ഷൻ ഇല്ല. ശരിയാണ്. The people are always giving preference to the police officers. He can do something for the public. ശരിയാണ്. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആ ഫയലും സെക്രട്ടറിനകത്തുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ദിസ് ഇസ് ലോ ആൻഡ് ഓർഡർ ആസ് വെൽ ആസ് അതർ. ഇപ്പോൾ ഒരു കലാമിറ്റി, നാച്ചുറൽ കലാമിറ്റി എന്ന് കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സാണ് ഏറ്റവും കൂടുതൽ ചാടുന്നു. സെക്രട്ടറി അത് ജോബില്ല. അപ്പോൾ ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര വിധ ഫോഴ്സിലുള്ളൊരു ഫയർ ഫോഴ്സിലുള്ളവരും പോലീസുകാരൊക്കെ മരിച്ചു വീട്ടിൽ ഒഴുക്കലും ഇതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ചലഞ്ചിങ് ജോബ്. അതുകൊണ്ട് ആ ചലഞ്ചിങ് ജോബ് അതിൻ്റെ റെക്കഗ്നേഷൻ പബ്ലിക്കിൽ നിന്ന് കിട്ടും. അറ്റൻഷൻ കിട്ടും, റെക്കഗ്നേഷൻ കിട്ടും. അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് അങ്ങനെ അറ്റൻഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് വരും. അല്ലാതെ ഒതുങ്ങിക്കൂടി പോകുന്നവർക്ക് അതാണ് നല്ലത്. അല്ല സാർ, മാത്രമല്ല ഈ ഒരു ഫോഴ്സിലുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ
അവരുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ പറയുന്ന കണക്കെയാണ് ഇവിടെ പാവപ്പെട്ടവൻ്റെ ഹൈക്കോടതി സുപ്രീം കോടതി എല്ലാം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, ഇവിടെ എല്ലാ കാര്യത്തിനും തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ ഒരാളുടെ ലൈഫിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പാക്ട് കൊടുക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ സഫേഴ്സ് എന്നത് സാധാരണക്കാർ ജനങ്ങളാണ്. കാശുള്ളവർ അപ്രസേലുള്ളവർക്കും അവർക്ക് ഈ ജുഡീഷ്യറി സമീപിക്കാൻ ജുഡീഷ്യറി എക്സ്പെൻസീവ് ആണ്. ഒരു വക്കീലിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫീസ് എത്ര വരുന്നുണ്ട്, അതുകൊണ്ട് കാര്യം പ്രൊസീജിയേഴ്സ് എത്രയുണ്ട്. ഇതിപ്പോൾ പോലീസാകുമ്പോൾ രണ്ട് പാർട്ടിയും കേൾക്കുന്നുണ്ട്, നമുക്ക് അവിടെ കഴിയാൻ ചെയ്യുന്നത് നമ്മുടെ ലിമിറ്റുള്ളത് ചെയ്യാം. പിന്നെ ജുഡീഷ്യറിക്ക് ചെയ്യാനുള്ള ആ ഭാഗം ചെയ്തതാണ്. പക്ഷേ ആദ്യം ജുഡീഷ്യറി അപ്രോച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള ഇത് വരികയാണെങ്കിൽ സാറിന് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. സാർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്. എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു ഒരു ദിവസം? എൻ്റെ അക്കാഡമിക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ നോട്ട്സും പാർട്സും ഒക്കെ. പിന്നെ മസ്റ്റായിട്ട് എക്സ്ട്രാ റീഡിങ് ഉണ്ടായിരുന്നു. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ ഫോറിൻ അതൊക്കെ നമ്മൾ ഇവിടെ ജോലി കിട്ടുന്നതനുസരിച്ച് പുറമെയുള്ള ന്യൂസും നമ്മുടെ ഡൊമസ്റ്റിക് ന്യൂസും ഇതൊക്കെ അപ് ടു ഡേറ്റ് ആക്കി. അങ്ങനെ മാത്രം ജനറൽ നോളജ് അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഞാൻ കണ്ടുകൊണ്ട് പുതിയ ജനറേഷൻ കുട്ടികളോട് നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ കുറേ ആലോചിക്കുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അന്നത്തെ സമയത്ത് അങ്ങനെയല്ല. ഹൂയിസർ പറയുന്നത് ആ പ്രൈം മിനിസ്റ്റർ ആരാന്ന് പറയും, ഹൂയിസ് ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായി. സാർ അടുത്ത് സാർ, ഇന്ന് കേരള പോലീസ് സൈബർ ലോകത്തും ഹൈടെക്കാണ്. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ സാർ കേരള പോലീസിനെ എവിടെ കാണും? സൈബർ ലോകത്ത് നമ്മുടെ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതും സൈബർ ലോകത്താണ്. സൈബർ ഫ്രോഡ്സാണ്. ഇപ്പം അതിലേക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകിച്ച് അതിന് താല്പര്യമുള്ള ഇത് കുറ്റവാസനയുള്ളവരാണ് ഏറ്റവും കൂടുതൽ. അതും പുതിയ ഇന്നോവേറ്റീവുള്ള കാര്യങ്ങളാണ് അവൻ കാണുന്നത്. അപ്പോൾ അവനെ വേണമെങ്കിൽ നമ്മൾ ഇതോടെ ഡെവലപ്മെൻറ്റ് ഇതിൽ പ്രത്യേക ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പ്യൂട്ടർ നോഹവ് ഉള്ളതും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉള്ളതും വലിയ സ്പെഷ്യലൈസേഷൻ ഉള്ളത് പോലീസിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറ്റകൃത്യം തെളിയുന്നത്. 10 വർഷം കഴിയുമ്പോൾ ഈ ഇന്നത്തെ ക്രൈം സിനാരിയോ മാറും. അന്നത്തേനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ മിക്കവാറും സർവേസ് ഇരിക്കുന്ന മറ്റ് രാജ്യങ്ങളിലാണ്. പോലീസ് ഇൻകേപ്പബിൾ ടു ഡു എനിത്തിങ്. നമ്മൾ ഇതിനകത്താണെങ്കിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് വരും കാര്യങ്ങൾ മറ്റേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൈബർ പോലീസിങ്ങിലും വ്യത്യാസങ്ങൾ ഡെവലപ്മെൻറ്റ് വരും. പക്ഷേ എനിക്ക് ഈ പഴയ പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സാർ കുറേ അത്ഭുതങ്ങളാണ്. അത് അത്ഭുതം മീൻസ് അങ്ങനെ ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് ഒരു പോലീസ് എടുക്കുകയാണെങ്കിൽ സാർ, അന്ന് അവർ കേസ് തെളിയിച്ചത് ഫോണില്ല, അതിനൊക്കെ CCTV ഇല്ല, വേറെ വ്യക്തമായിട്ടുള്ള സാക്ഷികൾ കാണത്തില്ല. പക്ഷെ അവരന്ന് പുറകെ പോയിട്ട് അതിന് ഒരു കേസ് പോലും വിടാതെ അവർ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അന്ന് ക്രൈംസ് കുറവായിരുന്നു, ഈ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, ആ ക്രിമിനൽസിനും ആ രീതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് പല രീതിക്ക് ഒരാളും കുറ്റകൃത്യം ചെയ്യാം. ഇവിടെയെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദൂരെ ഇരുന്നിട്ട് അവിടെ തന്നെ പ്രോംപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ അയച്ചോ അല്ലെങ്കിൽ വേറെ സൈബർ കമ്പ്യൂട്ടർ വൈറസോ അതൊക്കെ കാര്യങ്ങൾ ചെയ്യും. അന്ന് ഇതില്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ക്രൈംസ് മാത്രമായിരുന്നു. അന്ന് ഫോറൻസിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്തില്ല. നമ്മൾ സീൻ ഓഫ് ക്രൈം കണ്ടിട്ട് എക്സാമിൻ ചെയ്തിട്ട് ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാകും. ഒരു മർഡർ എന്നുള്ളത് പറഞ്ഞത് മർഡർ ചെയ്തിട്ട് അവനങ്ങ് സ്ഥലം വിട്ടു. നമുക്ക് ഇന്നത്തെ പോലെ ഫോറൻസിക് സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തെ തെളിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയല്ലാതായിരിക്കും. അപ്പം ഇന്ന് എത്രത്തോളം സൈബർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ആ രീതിക്ക് ക്രൈംസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. 10 വർഷം കഴിയുമ്പോൾ പോലീസ് കണ്ടു ഇത് തെളിയിക്കാൻ ഒരുപാട് സാധിക്കും. മനസ്സിലായി. സാർ, ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ളത്? അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഷുഡ് ബി ഏത് ജോലി എടുത്ത് അത് കിട്ടണമെന്നില്ല, പക്ഷേ ദേ ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. ആദ്യം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഈ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അവർക്ക് ഈ പഠിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം അതായിക്കോട്ടെ, അത് സെലക്റ്റീവ് ആയിരിക്കണം. പക്ഷേ അത് താല്പര്യമില്ലാത്തവർ ആ രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചസിലേക്ക് വിടുക. അത് കുടുംബക്കാരും കൂടെ ആലോചിച്ചാലേ പറ്റുള്ളൂ. ഇഷ്ടമുള്ളത് പഠിക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു താല്പര്യം കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കാം, അതിനനുസരിച്ച് അവരെ ഡൈവേർട്ട് ചെയ്യുക. ഓക്കെ.
സോ താങ്ക് യു സാർ. അപ്പോൾ Thank ഇത്രയായിരുന്നു നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നു മക്കളെ. അപ്പോൾ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാം വരാൻ പോവുകയാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു ഓഗസ്റ്റ് മാസമൊക്കെ എക്സാം പ്രതീക്ഷിക്കാം. വലിയ വലിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. നന്നായിട്ട് വർക്ക് ചെയ്തോ, സ്വപ്നം കണ്ടോ. എല്ലാം 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 ഒരു സമയത്ത് യാഥാർത്ഥ്യമാകും. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു ആൾ. താങ്ക് യു സാർ. Thank you.